സ്ലൈഡ്സ് ഷെയർ ചെയ്യണേ. കാണാൻ പറ്റണില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളിന്ന് ഫൈനൽ ലെക്ചറാണ്. ഇതുവരെ അസിഡിറ്റിയെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇനി ബേസിസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്നും കൂടെ നോക്കിയിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾ അസിഡിറ്റീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണേ ആദ്യത്തെ കുറച്ച് മിനിറ്റ്സ്. അപ്പോൾ ഒരു ഫാക്ടർ സൈസ്. ഇപ്പോൾ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന പോലെ HF, HCl, HBr, HI ഇതിൽ കൂടുതൽ അസിഡിക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ HI ആയിരിക്കും മോർ അസിഡിക്. ബിക്കോസ് ഈ ഹൈഡ്രജനും അയോഡിനും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര വീക്കാണ്. അപ്പോൾ ആ ബോണ്ട് എളുപ്പം ക്ലീവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എളുപ്പം H+ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അത് സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും കമ്പയർഡ് ടു HF. അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ഫാക്ടർ. ഇനി നെക്സ്റ്റ് ഫാക്ടർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ആസ് ദ ആറ്റം അറ്റാച്ച്ഡ് ടു ഹൈഡ്രജൻ ഇൻക്രീസസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ദ സ്ട്രെങ്ത് ഓഫ് ദ ആസിഡ് ഇൻക്രീസസ്. അതായത് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണെങ്കിൽ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പോൾ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്ലൂറിനിലാണെങ്കിൽ അത് കൂടുതൽ അസിഡിക് ആയിരിക്കും കമ്പയർഡ് ടു ഓക്സിജൻ, കമ്പയർഡ് ടു നൈട്രജൻ, കമ്പയർഡ് ടു കാർബൺ. കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പം അത് കാരണം അതിൻ്റെ അസിഡിറ്റി കുറവായിരിക്കും. ഈ രണ്ട് ഫാക്ടേഴ്സ് ക്ലിയർ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓക്കെ. പിന്നെ വേറൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp ഓർബിറ്റലാണെങ്കിൽ അവിടെ s ക്യാരക്ടർ കൂടുതലാണ്, ന്യൂക്ലിയസിന് ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഹൈഡ്രജൻ ലീവ് ചെയ്താലും ഉണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസിനെ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാവുമ്പോൾ അസിഡിറ്റി കൂടുതലായിരിക്കും. sp3 ആകുമ്പോൾ 25% അസിഡിക് ക്യാരക്ടർ അല്ലേ ഉള്ളൂ. sp-യുടെ കേസിൽ 50% വരും. sp2-ൽ 33 വരും. ഇവിടെ 25% s ക്യാരക്ടർ. അപ്പം s ക്യാരക്ടർ കൂടുമ്പോൾ ന്യൂക്ലിയസ് ആയിട്ട് ക്ലോസ്ലി ഹെൽഡ് ആയിരിക്കും. ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുക കാരണം ഈ ജനറേറ്റ് ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ്, ആ കോൺജുഗേറ്റ് ബേസിൻ്റെ നെഗറ്റീവ് ചാർജിനെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കാരണം sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ നിന്നാണ് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് കൂടുതൽ സ്റ്റേബിൾ ആവും. അപ്പോൾ ആസിഡ് കൂടുതൽ സ്ട്രോങ്ങർ ആവും. അപ്പോൾ അത് കാരണമാണ് ഇവിടെ എത്തൈനിൽ sp ഓർബിറ്റലാണുള്ളത്. അതുകൊണ്ട് എത്തൈൻ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. ഇപ്പം നമ്മൾ ഈഥെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ നിന്നാണ് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഈഥെയിൻ വീക്കസ്റ്റ് ആസിഡ്. ഇതൊക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഇപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇപ്പോൾ പ്രോട്ടോണിൻ്റെ അടുത്തായിട്ട് അബ്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന പ്രോട്ടോണിൻ്റെ അടുത്തായിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ ആസിഡ് സ്ട്രോങ്ങർ ആവും. An electron withdrawing group increases the strength of an acid. As the electronegativity of the electron withdrawing group increases and moves closer to the acidic hydrogen, the strength of the acid increases. ഒരു ഫാക്ടർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പവർ കൂടുക. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്യേണ്ട ഹൈഡ്രജൻ്റെ അടുത്തായിട്ടാണ് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും സ്ട്രോങ്ങർ ആസിഡ് ആവും. അപ്പം നമ്മൾ 2 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 1, 2, 3 പ്രൊപ്പനോളിൽ 2 പൊസിഷനിൽ ഫ്ലൂറിൻ, പിന്നെ 2 പൊസിഷനിൽ ക്ലോറിൻ, 2 പൊസിഷനിൽ ബ്രോമിൻ, പിന്നെ 1 വിത്തൗട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഫ്ലൂറിൻ വരുമ്പോൾ ഫ്ലൂറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഒരു ആറ്റാണ്. അപ്പോൾ അത് കാരണം ഈ OH
ഈ ഒ എച്ചിലെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കോൺജുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോളിക്യൂള്, ഈ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊപ്പനോള് കൂടുതൽ അസിഡിക് ആവുന്നത് കമ്പയർഡ് ടു ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ആണ് നോക്കുന്നത്. പിന്നെ ഇവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വീക്കസ്റ്റ് ആസിഡ്. പിന്നെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഫ്ലൂറിൻ വരുന്നുണ്ട്, തേർഡ് പൊസിഷനിൽ ഫ്ലൂറിൻ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വരുന്നതായിരിക്കും ഈ ഒ എച്ച് എന്നാണ് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫെസൈൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആവുന്നത് കമ്പയർഡ് ടു ദിസ്. ഇവിടെ തേർഡ് പൊസിഷനിലാണ്, ഈ ഒ എച്ച് നിന്ന് കുറേയും കൂടെ ഡിസ്റ്റൻ്റ് ആണ് ഈ ഫ്ലൂറിൻ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിൻ്റെ ഡീലോക്കലൈസേഷൻ ആണ്. ഇപ്പോൾ കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആർ സി ഡബിൾ ബോണ്ടോ ഒ എച്ചും ആർ സി എച്ച് ടു ഒ എച്ചും. അപ്പോൾ ഈ സി ഡബിൾ ബോണ്ടോ ഒ എച്ചിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആനയോണിന് ഈ സി ഡബിൾ ബോണ്ട് ഓയിൽക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ അങ്ങനത്തെ ഒരു ഡീലോക്കലൈസേഷൻ പോസിബിലിറ്റി ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഇത് സ്ട്രോങ്ങർ ആസിഡ് ആവുന്നത്. ഈ പ്രോട്ടോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആണ്. ഈ കേസിൽ ഇവിടെ സ്റ്റെബിലിറ്റി കുറവാണ്, കാരണം ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്ട്രോങ്ങർ ആസിഡ്, ഇത് വീക്കർ ആസിഡ് വരുന്നത്. കണ്ടോ, ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് ഈ ഒരു ഓക്സിജനിലായിട്ട് കോൺസെൻട്രേറ്റഡ് അല്ല, അത് ഡീലോക്കലൈസ്ഡ് ആയിട്ട് ഈ 3 ആറ്റത്തിലായിട്ട് ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് കിടപ്പ്. ഇവിടെ പക്ഷേ അത് ഈ ഓക്സിജനിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോർ സ്റ്റേബിൾ വീക്കർ ബേസ്, ഇത് ലെസ് സ്റ്റേബിൾ സ്ട്രോങ്ങർ ബേസ്. ഓക്കെ, വീക്ക് കോൺജുഗേറ്റ് ബേസ് കേട്ടോ, ഇത് സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ്. ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുകയാണ്. വിച്ച് ഇസ് സ്ട്രോങ്ങർ ആസിഡ്, HCl ഓർ HBr? ഏതാണ്? എന്താ? HBr ആയിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് കണ്ടില്ലേ, ഇവിടെ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് ആസിഡിറ്റി കൂടും. ഇപ്പോൾ ഇതൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നതാ. ഓക്കെ ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ കേസിൽ HBr ആണ് സ്ട്രോങ്ങർ ആസിഡ്. ഇനി നമ്മൾ CH3OHും CH3SHും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് സ്ട്രോങ്ങർ ആസിഡ്? CH3OH. ഇതിലും ഓക്സിജനും സൾഫറും. അപ്പോൾ ഈ OH SH, അപ്പോൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവിടെ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ല കൺസിഡർ ചെയ്യുന്നത്, ആറ്റത്തിൻ്റെ സൈസാണ്. അപ്പോൾ ഈ സൾഫർ വലിയ ആറ്റാവുകൊണ്ട് ഈ ബോണ്ട് വീക്കർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുക ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് ഇത് സ്ട്രോങ്ങർ ആസിഡ് ആവാൻ കാരണം. അപ്പം നമ്മൾ ഇതുപോലെ H2Sഉം H2Oയും കൺസിഡർ ചെയ്യുമ്പോൾ H2S സ്ട്രോങ്ങർ ആസിഡ് ആവണത് അത് കാരണം. പിന്നെ HFും HClഉം കൺസിഡർ ചെയ്യുകയാണല്ലോ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ സൈസ് ഓഫ് ആറ്റം ആണേ. HCl ആണോ? HCl ആയിരിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാ. നമ്മൾ ഓരോ സെറ്റ് തരുമ്പോഴും അത് ഏത് ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യണതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഈതൈനും എത്തൈനും തരികയാണെങ്കിൽ ഏതാണ് കൂടുതൽ സ്ട്രോങ്ങർ ആസിഡ്? ഇത് sp3 ഹൈബ്രിഡൈസേഷൻ, ഇത് sp ഹൈബ്രിഡൈസേഷൻ. ഏതൈനല്ലേ? ഇതാണ് സ്ട്രോങ്ങർ ആസിഡ്. ഇനി എത്തീനും എത്തൈനും നോക്കുകയാണെങ്കിലോ? എത്തീൻ, sp ഏതാണ്? എത്തീൻ. എത്തൈൻ ആയിരിക്കില്ലേ? ഇതിലല്ലേ എസ് ക്യാരക്ടർ കൂടുതൽ? ഇതിൽ 50% എസ് ക്യാരക്ടർ വരും, ഇതിൽ 33.3% എസ് ക്യാരക്ടർ വരും. എസ് ക്യാരക്ടർ കൂടുമ്പോൾ ന്യൂക്ലിയസിന് ക്ലോസ് ആയിരിക്കും. അപ്പോൾ അതിനെ കോൺജുഗേറ്റ് ബേസ്, ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എസ് ഓർബിറ്റലിന് ക്ലോസ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എത്തൈൻ വരുന്നത്. ഇനി സി കേസിൽ എത്തീനും ഈതൈനും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ സ്ട്രോങ്ങർ? എത്തീനാണോ? ഇതാണ് കൂടുതൽ സ്ട്രോങ്ങർ. കറക്റ്റ്. ഇനി നെക്സ്റ്റ് സെറ്റ് തന്നിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആറ്റംസ് നോക്കുകയാണെങ്കിൽ ഒരേ ഗ്രൂപ്പ് മീൻസ് ഒരേ പീരിയഡിലാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ CH3OH, CH3, CH3 ഇതിലേതായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലല്ലേ സ്ട്രോങ്ങർ? അതെ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റത്തിൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് സ്ട്രോങ്ങർ. അപ്പോൾ ഓക്സിജൻ ആണ് കാർബണേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ബി, CH3OH, HF ഏതായിരിക്കും? CH3OH. HF ആയിരിക്കും. ഫ്ലൂറിൻ അല്ലേ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഇപ്പം നമ്മൾ പീരിയഡിൽ ഇങ്ങനെ പോകുമ്പോൾ അസിഡിറ്റി കൂടും, അത് ആലോചിച്ചാൽ മതി. പിന്നെ ഡൗൺ സൈഡ് ദ ഗ്രൂപ്പ് അസിഡിറ്റി കുറയും. ഓക്കെ ഓക്കെ ഓക്കെ. സോറി, ഡൗൺ സൈഡ് ദ ഗ്രൂപ്പ് അസിഡിറ്റി കൂടും. ഡൗൺ സൈഡ് ദ ഗ്രൂപ്പ് അസിഡിറ്റി കൂടും. പീരിയഡിന് ലെഫ്റ്റ് ടു റൈറ്റ് അസിഡിറ്റി കൂടും. ലെഫ്റ്റ് ടു റൈറ്റ് അസിഡിറ്റി കൂടും, ഡൗൺ ദ ഗ്രൂപ്പും അസിഡിറ്റി കൂടും. അപ്പോൾ ഇവിടെ HF ആണ്. ഇനി ഈ കേസ് CH3NH2 HF. HF അല്ലേ? HF. ഇനി CH3NH2 CH3OH. ഒരു മിനിറ്റ്, ഞാൻ പറയാം. CH3NH2. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ വരുന്നത്? നൈട്രജൻ, അപ്പൊ CH3OH, ഫ്ലൂറിൻ. അപ്പൊ CH3OH ആയിരിക്കും. ഇനി ഈ കേസസ് വരുന്നത് നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ടാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റിയും പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിൻ്റെ അഡ്ജസ്റ്റ്നെസ്സും നോക്കിയിട്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ Cl CH2 CH2OH, F CH2 CH2OH. അപ്പോൾ ഏതായിരിക്കും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പവർ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഈ എന്താ പറയുക, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ കൂടും. FCH2CH2OH. അതാണ് കൂടുതൽ അസിഡിക്. ഇനി ഈ
ബി ഈ ഡൈബ്രോമോ ഇപ്പം എന്താ പറയുക 2,3 ഡൈബ്രോമോ പ്രൊപ്പനോളും 2,2 ഡൈബ്രോമോ പ്രൊപ്പനോളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതായിരിക്കും കൂടുതൽ അസിഡിക്? 2,2 ഡൈബ്രോമോ. അതെ. ഇപ്പോൾ ബ്രോമിൻ ഈ അബ്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോട്ടോണിൻ്റെ അഡ്ജസൻ്റ് ആവുന്ന സമയത്ത് അവിടെ അസിഡിറ്റി കൂടും. ഇനി ഈ കേസ് ഈതർ വിത്ത് ആൽക്കഹോൾ, ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ വന്നിട്ടുണ്ട്, ഇവിടെ തേർഡ് പൊസിഷനിൽ ഓക്സിജൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? CH3 CH2 C ഡബിൾ ബോണ്ട് CH2OH. ഇത് ഈ കേസാണ് അസിഡിക്. ഞാനാ 4 ഡി പറഞ്ഞത്. ഇതോ? ഇതും കറക്റ്റാ. ഓക്കെ. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അഡ്ജസൻ്റ് ആകുമ്പോൾ അസിഡിറ്റി കൂടും. അതുപോലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ വിഡ്രോയിങ് പവർ കൂടുമ്പോൾ അസിഡിറ്റി കൂടും. ക്ലിയർ അല്ലേ? അപ്പം ഇതായിരുന്നു നമ്മൾ അസിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അസിഡിറ്റി ഡിസ്കസ് ചെയ്ത് തന്നെ നേരെ റിവേഴ്സ് ആയിരിക്കും ബേസിസിറ്റിയുടെ കേസിൽ വരിക. അപ്പം നമ്മൾ എന്താ അസിഡിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ കോൺജുഗേറ്റ് ബേസിന് സ്റ്റെബിലൈസ് ആവണ കേസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബേസിസിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എന്താ ബേസ് ഡീസ്റ്റെബിലൈസ് ആവണ കേസസാണ് നമ്മൾ നോക്കുക. അതായത് നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടണം. നമ്മൾ അസിഡിറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബേസിസിറ്റിൻ്റെ കേസിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടണം. അപ്പോഴാണ് അതിന് നെഗറ്റീവ് വരെ പ്രോട്ടോൺസിനെ അബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൂടുതൽ നെഗറ്റീവ് ആയിരിക്കണം ബേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അസിഡിറ്റിയിൽ പഠിച്ചിട്ടുള്ള കേസസിൻ്റെ ഒക്കെ റിവേഴ്സ് ആയിട്ട് വരും ബേസിസിറ്റിയിലെ ഫാക്ടേഴ്സ്. നമുക്ക് ആദ്യത്തെ ഫാക്ടർ നോക്കാം, ഇഫക്റ്റ് ഓഫ് ചാർജ്. അപ്പം നമ്മൾ ചാർജ് ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ അസിഡിറ്റി കുറയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിൻ്റെ കേസിൽ നേരെ റിവേഴ്സാണ്. അതായത് ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ കൂടുതൽ ബേസിക് ആവും. ബേസിസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് നെഗറ്റീവ് ചാർജ്. നമ്മളിപ്പോൾ അമ്മോണിയയും NH2- കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അമ്മോണിയയിൽ ഈ ലോൺ പെയർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവിടെ 2 ലോൺ പെയർ വരുന്നുണ്ട്, ഈ കേസിൽ 3 ലോൺ പെയർ വരുന്നുണ്ട്. അതായത് നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. അപ്പോൾ ഇതായിരിക്കും മോസ്റ്റ് ബേസിക്, ഇത് ലീസ്റ്റ് ബേസിക്. നമുക്ക് ഈ pKh വാല്യൂസ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. 9.2 ആണ് അമോണിയയുടെ വരുന്നത്, NH2- 38 ആണ്. pKh വാല്യൂ കൂടുകയാണെങ്കിൽ ബേസിസിറ്റി കൂടും. നമ്മൾ അസിഡിറ്റിൻ്റെ കേസ് പഠിച്ചത് pKh കൂടുകയാണെങ്കിൽ അസിഡിറ്റി കുറയും. ഇത് കുറച്ച് ടഫാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. NH2-. നമ്മൾ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഇത് കൂടുതൽ ബേസിക് ആയിരിക്കും, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ചാർജിൻ്റെ എഫക്റ്റ് മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ് റെസൊണൻസ്, എഫക്ട്സ് ഓഫ് റെസൊണൻസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന റെസൊണൻസ് പോസിബിൾ ആയിട്ടില്ല, ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മുടെ ആസിഡ് കൂടുതൽ സ്ട്രോങ്ങർ ആവുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. എന്താ ചെയ്യുക? ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ ആ നെഗറ്റീവ് ചാർജിനെ കോൺജുഗേഷൻ പോസിബിൾ ആവും, അപ്പം നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പക്ഷെ നമ്മൾ ബേസിസിറ്റിൻ്റെ കേസിൽ ബേസിസിറ്റിയിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഡീലോക്കലൈസേഷൻ ഇല്ലാത്ത സിസ്റ്റത്തിലായിരിക്കും ബേസിസിറ്റി കൂടുതൽ വരിക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അമീൻ ലോൺ പെയേഴ്സ് ദാറ്റ് ആർ കോൺജുഗേറ്റഡ് വിത്ത് പൈ ബോൺസ് that can participate in resonance are stabilized relative to non-conjugated amines. ഈ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഡിക്രീസസ് ബേസിസിറ്റി.
റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഡിക്രീസസ് ബേസിസിറ്റി. അപ്പോൾ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത സിസ്റ്റത്തിലായിരിക്കും ബേസിസിറ്റി കൂടുതലും. ഈ ഡൈഫിനൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഫിനൈൽ ഗ്രൂപ്പിലേക്കും ഡീലോക്കലൈസ് ചെയ്യാം, ഈ ഫിനൈൽ ഗ്രൂപ്പിലേക്കും ഡീലോക്കലൈസ് ചെയ്യാം. റെസൊണൻസ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് ലീസ്റ്റ് ബേസിക് ആണ്. അനിലിൻ്റെ കേസിലും ഇവിടെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ സിസ്റ്റത്തിലേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യാം, ഈ സൈഡിക്കും അതുപോലെ ഡീലോക്കലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആവുകൊണ്ട് ഇത് കൂടുതൽ സ്റ്റേബിലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലീസ്റ്റ് ബേസിക് ആണ്. ഈ കേസിലും ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും റെസൊണൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ ബേസിക് ആണ്, കാരണം ഇവിടെ 2 ഫിനൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ പി കെ എച്ച് വാല്യൂ നോക്കുകയാണെങ്കിൽ 0.78, ഇവിടെ പി കെ എച്ച് വാല്യൂ നോക്കുകയാണെങ്കിൽ 4.6. നമ്മൾ സൈക്ലോ ഹെക്സൈൽ അമീൻ നോക്കുകയാണെങ്കിൽ ഇതാണ് മോസ്റ്റ് ബേസിക്. ഇവിടുന്ന് ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. ആ നെഗറ്റീവ് ചാർജ് അത്ര ഇൻറ്റൻസ് ആയിട്ട് നൈട്രജൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മോസ്റ്റ് ബേസിക്. പി കെ എച്ച് വാല്യൂ 11.2. പി കെ എച്ച് വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഡിക്രീസസ് ബേസിസിറ്റി. ഓക്കെ, ഈ സൈക്ലോ ഹെക്സ അതാണോ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റണ ബേസിക് ആയിട്ടുള്ള സാധനം? അല്ല, വേറെയും കൂടുതൽ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബേസിക് വാല്യൂ 11.2 അല്ലേ, ഇവിടെ കണ്ടിട്ടുള്ളത് 38. അങ്ങനെ ഡിഫറെൻറ്റ് ബേസസ് ഉണ്ടാവും. പക്ഷെ അത് മിസ് നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു? ഇത് നമുക്ക് ഉണ്ടാക്കാൻ പാട്. NH2- ഇത് ഉണ്ടാക്കാൻ പാടാ. ഈ വാല്യൂ തന്നിട്ടുള്ളത് ഇതിൻ്റെയാ. ഓക്കെ. നമ്മൾ എന്താ ഈ ആൽക്കെയിനൊക്കെ പഠിച്ചില്ലേ, അതിൻ്റെയൊക്കെ പി കെ എച്ച് വാല്യൂ വരുന്നത് 50 സംതിങ് ആണ്. അപ്പോൾ അതിന് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ കുറച്ചും കൂടെ ബേസിക് വരിക. അപ്പോൾ ഓരോ സിസ്റ്റത്തിനനുസരിച്ച് അത് മാറും, നമ്മൾ എക്സാമ്പിൾസ് തരുന്നതിനനുസരിച്ച് മാറും. അപ്പം നമുക്ക് ഏതാണ് കൂടുതൽ ബേസിക് എന്ന് ഒരു എക്സാമ്പിൾ തന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കേസിൽ 2 ഫിനൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഇവിടെ സൈക്ലോ ഹെക്സൈൽ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ കൂടുതൽ റെസൊണൻസ് പോസിബിൾ ആണ്, ഇവിടെയും റെസൊണൻസ് പോസിബിൾ ആണ്, ഇവിടെ റെസൊണൻസ് വരുന്നില്ല. അപ്പോൾ അത് കാരണം ഇതാണ് കൂടുതൽ ബേസിക്, ഇത് ലീസ്റ്റ് ബേസിക്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഡിക്രീസസ് ബേസിസിറ്റി. ഇവിടെ ഉണ്ടായിരുന്നത് ബേസിസിറ്റി ഇൻക്രീസസ് വിത്ത് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ ബേസിസിറ്റി കൂടും. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ഫീനോളിൻ്റെയും സൈക്ലോ ഹെക്സനോളിൻ്റെയും കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അസിഡിറ്റി പഠിച്ചപ്പോൾ. സൈക്ലോ ഹെക്സനോളിന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചാർജ് ഇൻറ്റൻസ് ആയിട്ട് നിൽക്കും. പക്ഷെ ഫീനോളിന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനത്തെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. നെഗറ്റീവ് ചാർജ് ക്യാൻ ബി ഡീലോക്കലൈസ്ഡ് ഇൻ ടു അരോമാറ്റിക് റിംഗ് ത്രൂ റെസൊണൻസ്. അപ്പോൾ ഫീനോൾ കൂടുതൽ അസിഡിക് ആണ് കമ്പയർഡ് ടു സൈക്ലോ ഹെക്സനോളിന് നമ്മൾ പഠിച്ചു. അതുപോലെ കോൺജുഗേറ്റ് ബേസ് ഓഫ് ഫീനോൾ, ഇതാണ് ഫീനോളിൻ്റെ കോൺജുഗേറ്റ് ബേസ്, അത് വീക്കർ ബേസ് ആണ് കമ്പയർഡ് ടു കോൺജുഗേറ്റ് ബേസ് ഓഫ് സൈക്ലോ ഹെക്സനോൾ. ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. ഇപ്പം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സ്ട്രോങ്ങർ ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് വീക്കർ ആണെന്ന്. ആ കാര്യം തന്നെയാണ് ഇവിടെ പ്രൂവ് ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസ് അമീൻ ബേസിസിറ്റി. ഇപ്പം നമ്മളിപ്പോൾ അസിഡിറ്റിയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അസിഡിറ്റി കൂടും.
കാരണം എന്താ, അതിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവും, അത് കൂടുതൽ അസിഡിക് ആവും. പക്ഷേ ബേസിസിറ്റിയുടെ കേസിൽ നമുക്ക് ആ നെഗറ്റീവ് ചാർജ് അവിടെ തന്നെ വേണം. നെഗറ്റീവ് ചാർജ് എത്ര ഇൻറ്റൻസ് ആയിട്ട് അവിടെ ഉണ്ടോ അത്രത്തോളം ബേസിക് ആയിരിക്കും. അപ്പം നമ്മൾ ഈ മോർഫോലിനും പിപ്പരിഡിനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോർഫോലിൽ ഈ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ വേറെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ആറ്റംസ് ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ആ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. അതുകൊണ്ടാണ് ഇത് ലെസ് ബേസിക് കമ്പയർഡ് ടു ദിസ്. ഇതിന് അങ്ങനെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ല, അപ്പോൾ ഇത് മോർ ബേസിക്. അത് പി കെ എച്ച് വാല്യൂയിലും വിസിബിൾ ആണ്. ഇതിൻ്റെ പി കെ എച്ച് 8.36, ഇതിൻ്റെ പി കെ എച്ച് 10.9. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഡിക്രീസ് അമീൻ ബേസിസിറ്റി. ഇനി നമ്മൾ 2-ക്ലോറോപിരിഡിനും പിരിഡിനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ക്ലോറിൻ ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. അഡ്ജസൻ്റ് ആയിട്ടുള്ള ഈ ക്ലോറിൻ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും കമ്പയർഡ് ടു പിരിഡിൻ. പിരിഡിനിൽ അങ്ങനെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ഇത് ലെസ് ബേസിക് ആണ്, ഇത് മോർ ബേസിക് ആണ്. ഓക്കെ അല്ലേ? അല്ലേ, ഒരു ഡൗട്ട്. പറ. ഈ ഫ്ലൂറിൻ ഏറ്റവും കൂടുതൽ ഇതുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ? അതെ. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് പറഞ്ഞാൽ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലേ? ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ നമ്മളേക്ക് അട്രാക്ട് ചെയ്യുക, ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുക. വിട്ടുകൊടുക്കുക ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലേ? നമ്മൾ ഈ ശരിയാ, ഇലക്ട്രോൺ വിഡ്രോയിങ് വലിച്ചെടുക്കുക, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വിട്ടുകൊടുക്കുക. അല്ല, ഞാൻ ഈ ബാങ്കിലൊക്കെ നമ്മൾ ഈ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ അറിയില്ല, ഞാൻ അങ്ങനെ അറിയിച്ചു. ഇപ്പൊ ഫ്ലൂറിനിൽ എന്താ നെഗറ്റീവ് ചാർജിനായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അത് ആ നെഗറ്റീവ് ചാർജിനെ കുറേയും കൂടെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെയാ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഡിക്രീസ് അമീൻ ബേസിസിറ്റി. നമ്മൾ ഈ ബേസിസിറ്റി അസിഡിറ്റി സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഈ പോയിന്റ്സ് ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും, ബേസിസിറ്റി കുറയും. ഓക്കെ. ഇനി വേറെ ഫാക്ടർ പൈ ആക്സെപ്റ്റേഴ്സ്, പൈ ഡോണേഴ്സ് ഒക്കെ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസിസിറ്റീനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ദ ബേസിസിറ്റി ഓഫ് നൈട്രജൻ ഈസ് ഡിക്രീസ്ഡ് വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ പൈ ആക്സെപ്റ്റർ. ഇപ്പം നമ്മൾ അമൈഡും അമീനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അമൈഡ് ലെസ് ബേസിക് ആണ് കമ്പയർഡ് ടു അമീൻ എന്ന് പറയും. അപ്പം അതിനുള്ള റീസൺ ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ അമൈഡിലെ നൈട്രജൻ ഈ ഒരു ഓക്സിജനുമായിട്ട് ഡീലോക്കലൈസ് ആയിട്ട് കിടപ്പാണ്. ഓക്സിജൻ ഇവിടെ പൈ ആക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഇത് പൈ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. നൈട്രജൻ ഡൊണേറ്റ്സ് എ ലോൺ പെയർ ടു ഫോം എ ന്യൂ പൈ ബോണ്ട്. ഇതാണ് ന്യൂ പൈ ബോണ്ട്. അപ്പോൾ അത് കാരണം ഈ നൈട്രജൻ ലോൺ പെയർസ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു അമൈഡ് ലെസ് ബേസിക് ആവുന്നത്. ഈ കേസിൽ നൈട്രജനിൽ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നെഗറ്റീവ് ചാർജ് ഉള്ളത് ഓക്സിജന്റെ മുകളിലാണ്. അപ്പം ഇതുകൊണ്ടാണ് അമൈഡ് അമീനേക്കാളും ലെസ് ബേസിക് ആവണത്. ഇനി ഇതുപോലെ ഈ CO ഗ്രൂപ്പ് പോലെ വേറെ പൈ ആക്സെപ്റ്റേഴ്സ് ആണ് നൈട്രോ ഗ്രൂപ്പ്, SO3H, സയനോ ഗ്രൂപ്പ് ഒക്കെ. ഈ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഈ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ, ആ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ പൈ ആക്സെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ കേസിൽ ഈ ഗ്രൂപ്പ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഈ നൈട്രജൻ്റെ ലോൺ പെയേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം അതിൻ്റെ ബേസിസിറ്റി, ഈ നൈട്രജൻ്റെ ബേസിസിറ്റി കുറയും. ഓക്കെ അല്ലേ?
ഇനി എന്താ പൈ ഡോണേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ അതിൽ വരുന്ന മാറ്റം. ഇപ്പം നമ്മൾ ബേസിസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ പൈ ഡൊണേഷൻ. ഇപ്പം നമ്മൾ പിരിഡിനും ഡിമാപ്പും 4-ഡൈമീഥൈൽ അമിനോ പിരിഡിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിരിഡിൻ്റെ കേസിൽ പൈ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒന്നുമില്ല. ഈ 4-ഡൈമീഥൈൽ അമിനോ പിരിഡിൻ്റെ കേസിൽ ഈ ലോൺ പെയേഴ്സ് ഈ സിസ്റ്റത്തിക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഈ നൈട്രജനാണ് ഇവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബേസിസിറ്റി കൂടുന്നത്. പിരിഡിൻ്റെ കേസിൽ pKh 5.2 ഇതാണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ഈ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇതാണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ OMe ഇതുണ്ടോ 4-മെത്തോക്സിപിരിഡിൻ. ഈ കേസിലും OMe പൈ ഡോണറായിട്ട് ആക്ട് ചെയ്യും. ഇതും ബേസിക് ആണ്. പക്ഷേ ഈ NN-ഡൈമീഥൈൽ പിരിഡിനായിരിക്കും കൂടുതൽ ബേസിക്. ബിക്കോസ് ഈ OMe എന്ന് പറയുന്നത് ഈസ് എ വീക്കർ പൈ ഡോണർ ദാൻ NCH3 ട്വൈസ്. അപ്പോൾ ഈ പൈ ഡൊണേറ്റിംഗ് അബിലിറ്റി അനുസരിച്ച് നമുക്ക് ബേസിസിറ്റി പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിരിഡിനും ഡിമാപ്പും ഈ 4-മെത്തോക്സിപിരിഡിനും തരികയാണെന്ന് വിചാരിക്കുക. അതായത് ഇത് OMe തന്നു. എന്നിട്ട് ബേസിസിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാം 1, 2, 3. ഇതിൽ ഏറ്റവും കൂടുതൽ ബേസിക് ഇതായിരിക്കും ഡിമാപ്പ്. കാരണം ഇത് ബെറ്റർ പൈ ഡോണറാണ് കമ്പയർഡ് ടു OMe. അപ്പോൾ 2 ആയിരിക്കും കൂടുതൽ ബേസിക്, പിന്നെ 3 വരും. പിന്നെ ഇതിൽ പൈ ഡോണേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇതായിരിക്കും വീക്ക് ബേസ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി വേറൊരു കേസാണ്, ഇവിടേക്ക് എഴുതാം. 2 greater than 3 greater than 1 order of basicity. ഇനി നമുക്ക് ഗ്വാനിഡിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്വാനിഡിൻ്റെ കേസിൽ 2 പൈ ഡോണേഴ്സ് ആയിട്ടുള്ള NH2 ഉണ്ട്. Guanidines are strongly basic due to pi donation from 2 NH2 groups. അപ്പോൾ ഇത് കുറേം കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേസ് ആണ്. കാരണം ഇതൊന്നും മീൻസ് ഡൊണേഷൻ പോസിബിൾ ആണ്, ഇതൊന്നും ഡൊണേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ pKh വാല്യൂ 13.6 വരുന്നത്. ഡിമാപ്പിന് 9.2 വരുന്നത്, ഇവിടെ 13.6 വരുന്നത്. ഇത് കുറേം കൂടെ ബേസിക് ആണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇങ്ങനെ എന്താ ബയോകെമിസ്ട്രി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മോസ്റ്റ് ബേസിക് അമിനോ ആസിഡ് ഏതാന്ന് വരുന്നതെന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഗ്വാനിഡിൻ സൈഡ് ചെയിൻ വരുന്നിട്ടുള്ള ആർജിനിൻ, അതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസിക് അമിനോ ആസിഡ്. മോസ്റ്റ് ബേസിക് അമിനോ ആസിഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർജിനിൻ. ഇതാണ് ആർജിനിൻ്റെ സ്ട്രക്ചറിൽ. അതിൽ ഈ ഗ്വാനിഡിൻ സൈഡ് ചെയിനിന് വരുന്നതുകൊണ്ടാണ് അത് കൂടുതൽ ബേസിക് ആവുന്നത്. പൈ ഡോണർ ഇഫക്റ്റ് ക്ലിയർ അല്ലേ?
ഇനി വേറൊരു ട്രെൻഡ് ഹൈബ്രിഡൈസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായ ഹൈബ്രിഡൈസേഷൻ, എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഈ ന്യൂക്ലിയസ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടാവും വരിക. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അസിഡിറ്റി കൂടും. പക്ഷേ ഈ കേസിൽ ബേസിസിറ്റിയുടെ കേസിൽ വരുമ്പോൾ നേരെ റിവേഴ്സ് ആണ്. ആൽക്കൈൻസ് അസിഡിക് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആൽക്കെയിൻസ് ലീസ്റ്റ് അസിഡിക് ആണ്, മോസ്റ്റ് ബേസിക് ആണ്. ഇത് കണ്ടോ, ആൽക്കൈൻ്റെ പി കെ വാല്യൂ 25 ആണ് വരുന്നത്, ആൽക്കീൻ്റെത് 42, ആൽക്കെയിൻ്റെത് 50. അപ്പോൾ പി കെ വാല്യൂ കൂടുന്നുണ്ട്, ഇത് മോർ ബേസിക്, ഇത് ലീസ്റ്റ് ബേസിക്. അതായത് ഇതിൻ്റെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ് കേട്ടോ. ഇത് എസ് പി ഹൈബ്രിഡൈസ്ഡ് ആണ്, 50% എസ് ക്യാരക്ടർ, മോർ ക്ലോസ്ലി ഹെൽഡ് ടു ന്യൂക്ലിയസ്, മോർ സ്റ്റേബിൾ. അതായത് ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല പ്രോബബ്ലി, അത് ന്യൂക്ലിയസുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആവുക കാരണം അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുക. ഈ കേസിൽ നെഗറ്റീവ് ചാർജ് കുറേയും കൂടെ അവൈലബിൾ ആണ്, അതിന് ഗുഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പ്രിഡോമിനൻ്റ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുക. എസ് പി 3യുടെ കേസിൽ ജസ്റ്റ് 25% എസ് ക്യാരക്ടർ വരുന്നുള്ളൂ. അപ്പോൾ ലെസ് ക്ലോസ്ലി ഹെൽഡ് ടു ന്യൂക്ലിയസ്, അതുകൊണ്ട് ലെസ് സ്റ്റേബിൾ, അപ്പോൾ അതിന് ഗുഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, ഈ നൈട്രൈൽ ഗ്രൂപ്പ് പിരിഡിൻ സൈക്ലോഹെക്, ഇതെന്താണ്, പിപ്പരിഡിൻ, അത് വരികയാണെങ്കിൽ ഈ കേസിൽ എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ് നൈട്രജൻ വരുന്നത്, ഈ കേസിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് നൈട്രജൻ വരുന്നത്, ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നൈട്രജൻ വരുന്നത്. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ വരുന്ന കേസിലാണ് ബേസിസിറ്റി കൂടുക. ബേസിസിറ്റി increases with decreasing S character. Basicity increases with decreasing S character. ഓക്കെ അല്ലേ? വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ -10 ആണ് വരുന്നത്, ഇത് കുറേയും കൂടെ അസിഡിക് ആണ്, ഇത് 5.2, ഇത് 11. അപ്പം ഇത് മോസ്റ്റ് ബേസിക്, ഇത് ലീസ്റ്റ് ബേസിക്. ഇനി വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് അരോമാറ്റിസിറ്റി ആണ്. ഇപ്പം നമ്മൾ പിരിഡിനും പൈറോളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ബേസിക്? ഈ പിരിഡിൻ, ഈ പൈറോളിൽ ഇത് ഇവിടെ റെസൊണൻസിൽ ഇൻവോൾവ് അല്ലേ? പിരിഡിൻ്റെ നൈട്രജൻ എന്ന് പറയുമ്പോൾ അങ്ങനെ റെസൊണൻസിൽ ഇൻവോൾവ് അല്ല. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ ആയിരിക്കും കൂടുതൽ അവൈലബിൾ, ഇത് അവൈലബിൾ ആയിരിക്കില്ല. ഈ നൈട്രജൻ്റെ ലോൺ പെയർ അവൈലബിൾ ആയിരിക്കില്ല, ഈ ലോൺ പെയർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പൈറോളിൽ ലെസ് ബേസിക് കമ്പയർഡ് ടു പിരിഡിൻ. ഇത് സ്റ്റിൽ അരോമാറ്റിക് ആണ്, ഇതിൻ്റെ അരോമാറ്റിസിറ്റി ലൂസ് ആവുക ചെയ്യുന്നത് പ്രോട്ടോൺ വരുമ്പോൾ. അരോമാറ്റിസിറ്റി ലൂസ് ആവുന്നത് ഫേവർ ചെയ്യില്ലല്ലോ. പൈറോളിൻ്റെ കേസിൽ അത് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ C2 പൊസിഷനിലാണ് അത് റിയാക്ട് ചെയ്യുക. നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് റിയാക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ അസിഡിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ അസിഡിക് ആയിരിക്കും, കാരണം ഈ പ്രോട്ടോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സിസ്റ്റം അരോമാറ്റിക് ആണ്. അപ്പം അതുകൊണ്ട് ഇത് കൂടുതൽ അസിഡിക് ആവുക കാരണം ഈ ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ് ലീസ്റ്റ് ബേസിക് ആയിരിക്കും. വെരി അസിഡിക് ഫോർ എ ഹൈഡ്രോകാർബൺ ആൻഡ് അൺയൂഷ്വലി വീക്ക് ബേസ് ഫോർ എ കാർബാനയോൺ. കാർബാൻ്റെ കേസിൽ ഇത് വീക്ക് ബേസാണ്, കാരണം ഈ ലോൺ പെയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് അരോമാറ്റിക് ആവുള്ളൂ, ഈ സൈക്ലോപെൻറ്റാഡ് അയനൈൽ ആനയോൺ. അപ്പം അതിൻ്റെ പ്രോട്ടോണേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, അരോമാറ്റിസിറ്റി ലൂസ് ആവുകയല്ലേ ചെയ്യുക.
അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ അരോമാറ്റിസിറ്റി ലൂസ് ആവുന്ന കേസിൽ അത് ബേസിക് ആയിട്ട് ആക്ട് ചെയ്യില്ല. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ അസിഡിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ബേസിസിറ്റിന്റെ കേസിലും വരുന്നത്. അപ്പം ജസ്റ്റ് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി, അപ്പം ഈസി ആയിരിക്കും. അപ്പം ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ഫാക്ടർ വിച്ച് ഡിക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ നൈട്രജൻ വിൽ മേക്ക് ഇറ്റ് എ വീക്കർ ബേസ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ വീക്ക് ബേസ് ആയിരിക്കും. എനി ഫാക്ടർ വിച്ച് ഇൻക്രീസസ് ഇറ്റ്സ് ഇലക്ട്രോൺ ഡെൻസിറ്റി വിൽ മേക്ക് ഇറ്റ് എ സ്ട്രോങ്ങർ ബേസ്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ബേസിസിറ്റി കൂടും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ബേസിസിറ്റി കൂടും, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ ബേസിസിറ്റി കുറയും. അപ്പോൾ ഒരു ഫാക്ടർ ചാർജ് കൂടുകയാണെങ്കിൽ ബേസിസിറ്റി കൂടും. ബേസിസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഈ അമോണിയയുടെയും അതിൻ്റെ കോഞ്ചുഗേറ്റ് ബേസിസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ NH3 NH2 മൈനസ് NH2 മൈനസ് NH2 മൈനസിൽ കൂടുതൽ ചാർജ് ഉണ്ട്, അപ്പോൾ അത് മോസ്റ്റ് ബേസിക്. ഇവിടെ ന്യൂട്രൽ ആണ്, ഇത് ലീസ്റ്റ് ബേസിക്. പിന്നെ കോഞ്ചുഗേഷൻ, ബേസിസിറ്റി ഡിക്രീസസ് വിത്ത് കോഞ്ചുഗേഷൻ. ബേസിസിറ്റി ഡിക്രീസസ് വിത്ത് കോഞ്ചുഗേഷൻ. കോഞ്ചുഗേഷൻ കൂടുമ്പോൾ ബേസിസിറ്റി കുറയും. ഈ കേസിൽ കോഞ്ചുഗേഷൻ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ലീസ്റ്റ് ബേസിക്. ഇവിടെ കോഞ്ചുഗേഷൻ ഇല്ല, അതുകൊണ്ട് ഇത് മോസ്റ്റ് ബേസിക്. പിന്നെ ഇലക്ട്രോൺ ഡോണർ ഗ്രൂപ്പ്സ് ഇൻക്രീസ് ബേസിസിറ്റി. അപ്പം നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ബേസിസിറ്റി കുറയ്ക്കുന്നു പറഞ്ഞു. അതുപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ ബേസിസിറ്റി കൂട്ടും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കമ്പയർ ചെയ്ത് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കൂടുമ്പോൾ ബേസിസിറ്റി കൂടും. അതാണ് ഈ ഡൈസ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയ മോർ ബേസിക് ആവുന്നത് കമ്പയർ ടു നോർമൽ അമോണിയ. പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഡിക്രീസ് ബേസിസിറ്റി. ഇവിടെ ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇവിടെ അങ്ങനെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ല, അതുകൊണ്ട് ഇത് ലെസ് ബേസിക്, ഇത് മോർ ബേസിക്. പിന്നെ ഹൈബ്രിഡൈസേഷൻ, S ക്യാരക്ടർ കുറയുമ്പോൾ ബേസിസിറ്റി കൂടും. ബേസിസിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് S ക്യാരക്ടർ. അപ്പോൾ ഈ കേസിൽ SP ആണ്, ഇത് SP2 ആണ്, SP3 ആണ്. SP3യുടെ കേസിൽ S ക്യാരക്ടർ കുറവാണ്, അതുകൊണ്ട് ഇത് മോസ്റ്റ് ബേസിക്. SPയുടെ കേസിൽ S ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് ഇത് ലീസ്റ്റ് ബേസിക്. ഇനി പൈ ആക്സെപ്റ്റേഴ്സിൻ്റെയും പൈ ഡോണേഴ്സിൻ്റെയും പ്രസൻസ്. പൈ ആക്സെപ്റ്റേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ, ഈ ഓക്സിജൻ ഒക്കെ പോലുള്ള സിസ്റ്റം, ഡബിൾ ബോണ്ടോ സിസ്റ്റം വരികയാണെങ്കിൽ അവിടെ ഇത് പൈ ആക്സെപ്റ്റർ ആണ്. അപ്പം നൈട്രജൻ ഒരു പൈ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നൈട്രജൻ്റെ മേലിൽ ലോൺ പെയർ ഈ അബ്സ്ട്രാക്ട് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കില്ല, അപ്പം അത് ലെസ് ബേസിക്. അപ്പം അതുകൊണ്ട് ഈ നോർമൽ അമീന് മോർ ബേസിക് ആയിരിക്കും കമ്പയർ ടു അമൈഡ്. പിന്നെ പൈ ഡോണേഴ്സ് വരികയാണെങ്കിൽ ഇവിടെ ഈ കേസിൽ NH2 വരുന്നുണ്ട്, ഇവിടെ നോർമലാണ്, NH2 പോലുള്ള ഗ്രൂപ്പ് വരുന്നില്ല. അപ്പോൾ ഇതിന് ഈ നൈട്രജൻ്റെ നെഗറ്റീവ് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും, അപ്പോൾ അത് മോർ ബേസിക് ആയിരിക്കും. ഇവിടെ പൈ ഡോണർ ഇല്ലാത്ത കാരണം ഇത് ലെസ് ബേസിക് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ ബേസിസിറ്റി ബേസ് ചെയ്തൊരു 2-3 പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിച്ച് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് ബേസിക്? ഇതിൽ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? ഈ CF3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ? അതെ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ബേസിസിറ്റി കുറയല്ലേ ചെയ്യുന്നത്? അപ്പൊ A ആയിരിക്കും ആൻസർ. ഇവിടെ പിന്നെ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ.
ഇനി ഇതിൽ ലീസ്റ്റ് ബേസിക് ഏതായിരിക്കും? ഇതിപ്പോൾ മോസ്റ്റ് ബേസിക് ആണ് നമ്മൾ കണ്ടത്. ഇനി ലീസ്റ്റ് ബേസിക് ഏതായിരിക്കും? ഡി DeCH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? CF3 ഫ്ലൂറിൻ ഉള്ളതുകൊണ്ട് ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇത് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടല്ലേ പഠിച്ചത്? അപ്പോൾ ഈ റെസൊണൻസ് ഉണ്ടാവും, റെസൊണൻസും ഉണ്ടാവും, ഇവിടുത്തെ ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഉണ്ടാവും. അപ്പോൾ സി ആയിരിക്കും ലീസ്റ്റ് ബേസിക്. ഇനി വേറെ, വിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ഈസ് മോസ്റ്റ് ബേസിക്? ബി ആണോ? ഇത് CF3, ക്ലോറിൻ, നൈട്രോ, ഇതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സാ. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇതിലൊക്കെ റെസൊണൻസ് ഉണ്ട്. റെസൊണൻസിന്റെ കൂടെ ഇലക്ട്രോൺ വിഡ്രോയിങ് കൂടെ വരികയാണെങ്കിൽ ബേസിസിറ്റി കുറയല്ലേ വേണ്ടേ? അപ്പൊ അതുകൊണ്ട് എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പിന്നെ ലീസ്റ്റ് ബേസിക് ഏതാ നോക്കുകയാണെങ്കിൽ ഏതാ വരിക? ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഉള്ളത് നൈട്രോൺ അല്ലേ? ശരി. അപ്പോൾ ഡി ആയിരിക്കും ലീസ്റ്റ് ബേസിക് വരിക. ക്ലിയർ അല്ലേ? ഇനി വേറെ, which of A to D shows the increasing order of basicity of compounds 1 to 4? അപ്പോൾ ഇതിന്റെ ഇൻക്രീസിങ് ഓർഡർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ ബേസിക് ഏതായിരിക്കും? 4 ആയിരിക്കും. കാരണം നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള പൈ ഡോണർ ഇഫക്റ്റ്. അപ്പൊ ഇതാണ് കൂടുതൽ മോസ്റ്റ് ബേസിക്. പിന്നെ 3, പിന്നെ ഇത് സെക്കൻഡ് പൊസിഷനിൽ വരും. പിന്നെ 2, 1. 2 ആയിരിക്കോ? ലോൺ പെയർസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ലോൺ പെയർ അവൈലബിൾ ഇല്ലല്ലോ. ഇതിലൊരു ലോൺ പെയർ ഇല്ലേ? അപ്പൊ ഇതായിരിക്കില്ലേ ലീസ്റ്റ് ബേസിക്? ഇവിടെ നോ ലോൺ പെയർ, ഇവിടെ 1 ലോൺ പെയർ, ഇത് രണ്ടും പൈ ഡോണർ ഇഫക്റ്റ്. ഇപ്പോൾ ഓർഡർ നോക്കുകയാണെങ്കിൽ 4 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 2 അങ്ങനെയല്ലേ വരിക? ഇതല്ലേ കറക്റ്റ് ആൻസർ? ക്ലിയർ അല്ലേ? ഇവിടെ ലോൺ പെയർ അവൈലബിൾ ആണ്. ലോൺ പെയർ പ്രസന്റ് ആവണതെന്ന് നോക്കണേ. ലോൺ പെയർ പ്രസന്റ് ആവുമ്പോഴല്ലേ നമുക്ക് അക്സെപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ലോൺ പെയറോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ പ്രസന്റ് ആവണ്ടേ? അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ബേസിസിറ്റി. അസിഡിറ്റിയും ബേസിസിറ്റിയും ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഈ പ്രീവിയസ് ഇയർ ജാമെന്ന് കുറച്ച് പ്രോബ്ലം സെറ്റ് ഞാൻ ഒരു കമ്പൈൽ ചെയ്തിട്ട് അയക്കാം, ഗ്രൂപ്പിൽ അയക്കാം. ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക എല്ലാവരും. പറ്റുകയാണെങ്കിൽ ആൻസർ അയച്ചു തരിക. പിന്നെ നമുക്ക് നാളെ തൊട്ടിട്ട് കാർബൺ ബോണ്ട് ഫോമിംഗ് റിയാക്ഷൻസ്, ഓർഗാനോമെറ്റാലിക് റിയേജൻസ് വെച്ചിട്ട് കാർബൺ ബോണ്ട് ഫോമിംഗ് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്.